രാജ്യസുരക്ഷയെ മുൻനിർത്തി ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുമെന്ന ഭയത്തെ തള്ളിക്കളഞ്ഞ ഗ്രീൻലാൻഡ് അമേരിക്കയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പിടിച്ചെടുക്കൽ ഭീഷണിയെ പ്രതി ഭയക്കേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തിന്റെ നിയന്ത്രണം ഒറ്റ രാത്രി കൊണ്ട് പിടിച്ചെടുക്കാവുന്ന സാഹചര്യത്തിലല്ല തങ്ങളെന്നും ഗ്രീൻലാൻഡിനെയും വെനസ്വേലയെയും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും നീൽസൺ പറഞ്ഞു. ഗ്രീൻലാൻഡ് ഒരു ജനാധിപത്യ രാജ്യമാണ്. ട്രംപിന്റെ അഭിപ്രായത്തെ തുടർന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ പ്രതികരിച്ചത്, നിർഭാഗ്യവശാൽ ഗ്രീൻലാൻഡ് വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അത് ഗൗരവമായി തന്നെ കാണുന്നുവെന്നും ഡെൻമാർക്കിന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞുവെന്നുമാണ്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകാൻ തയ്യാറല്ലെന്നും അവർ പറഞ്ഞു. ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശവും ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലാൻഡ് യുഎസിനോട് കൂട്ടിച്ചേർക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഡെൻമാർക്ക് അറിയിച്ചിരുന്നു. ആർട്ടിക് പ്രവിശ്യയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥാനവും ധാതുവിഭവ നിക്ഷേപവുമുള്ള ഗ്രീൻലാൻഡ് ദേശസുരക്ഷയുടെ ഭാഗമായാണ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. 57,000-ഓളമാണ് ദ്വീപിലെ ജനസംഖ്യ. തലസ്ഥാനമായ ന്യൂക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണിയെ പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ തള്ളിക്കളയുകയാണുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.